ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന സ്റ്റോറിയാണ് റീഡിങ് ഫ്രം പ്രിൻസസിലെ രണ്ടാമത്തെ മൊഡ്യൂളിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. അതിൻ്റെ പേര് ചാപ്റ്ററിൻ്റെ പേര് വൈറ്റ് ഹെറോൺ എന്നാണ്. സാറ ഓർണി ജ്വലിൻ്റെയാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ദ വൈറ്റ് ഹെറോൺ അതൊരു തരം പക്ഷിയാണ്. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, പക്ഷിയാണ്. ഒരു കൊക്ക് പോലെയൊക്കെയുള്ളൊരു പക്ഷി. ഇത് റയറായിട്ട് മാത്രമേ കാണുള്ളൂ, അതിനെല്ലായിടത്തൊന്നും കാണാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളൊരു വൈറ്റ് ഹെറോണിൻ്റെ സ്റ്റോറിയാണ്. സാറ ഓർണി ജ്വൽ ഒരുപാട് നല്ല ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുള്ള ഒരു റൈറ്ററാണ് സാറ ഓർണി ജ്വൽ. അവരുടെ സ്റ്റോറിയാണ്. ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടർ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ 3 പേരാണുള്ളത്. ഫസ്റ്റ് വൺ ഈ ഒരു സ്റ്റോറിയിലെ ഹീറോയിൻ നായികയായിട്ടുള്ള സിൽവിയാണ്. സിൽവിയ എന്ന് പറഞ്ഞ ഒരു 9 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഒരു 9 ഇയർ ഓൾഡ് ഗേളാണ് സിൽവിയ. പിന്നൊരു ഹണ്ടറാണ്. നമുക്കറിയാലോ പക്ഷികളെയൊക്കെ ഹണ്ട് ചെയ്യുന്ന, വേട്ടയാടുന്ന ഒരാളാണ്, ഹണ്ടർ ഉണ്ട്. ദെൻ മിസ്സിസ് ടില്ലി ഉണ്ട്. മിസ്സിസ് ടില്ലി എന്ന് പറയുന്നത് ഈ ഒരു സിൽവിയയുടെ ഗ്രാൻഡ് മദറാണ്. അപ്പം അങ്ങനെയുള്ള 3 ക്യാരക്ടേഴ്സാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. സിൽവിയ, ഒരു ഹണ്ടർ, മിസ്സിസ് ടില്ലി. അപ്പോൾ നമുക്ക് സ്റ്റോറി നോക്കാം. എ വൈറ്റ് ഹെറോൺ സാറ ഓർണി ജ്വൽ. അപ്പോൾ ഈ കഥ കുറച്ച് വൈഡായിട്ട് തന്നെ പറയുന്നുണ്ട്. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വൈഡായിട്ട് തന്നെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം, ക്ലാസ്സിലേക്ക് കിടക്കാം. ലൈൻ ബൈ ലൈൻ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. ദ സ്റ്റോറി ഓപ്പൺസ് വിത്ത് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് സെറ്റിംഗ്. അപ്പോൾ ഈ ഒരു കഥ തുടങ്ങുന്ന സമയത്ത് തന്നെ അവിടെ എങ്ങനെയാണെന്ന് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരികയാണ്, വിവരിച്ച് തരുന്നതായിട്ട് കാണാൻ പറ്റും. ആൻഡ് എക്സ്പാൻസീവ് ഫോറസ്റ്റ് ഇൻ മെയിൻ എന്ന് പറയുന്ന ഒരു പ്ലേസാണ്. അവിടെ പ്ലേസിൽ വലിയ കാടുകൾ കാണാൻ പറ്റും. ആൻഡ് എ ബ്രൈറ്റ് സൺസെറ്റ്, അങ്ങനെ സൂര്യാസ്തമിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ഉണ്ടാവുമല്ലോ, റെഡ് കളർ കാണാൻ പറ്റും. സ്റ്റിൽ ഗ്ലിമ്മറിങ്, ഇപ്പോഴതിങ്ങനെ മിന്നിത്തിളങ്ങുന്നുണ്ട്. അമോങ് ദ ട്രങ്ക്സ് ഓഫ് ദ ട്രീസ്, മരക്കൊമ്പുകളിൽ അതിങ്ങനെ മിന്നിത്തിളങ്ങുന്നുണ്ട്. സിൽവിയ, ഞാൻ പറഞ്ഞു സിൽവിയ എന്ന് പറയുന്നത് 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. ആ കുട്ടിയാണ് ഈ ഒരു കഥയിലെ നായിക. സിൽവിയ ഈസ് ടു ബ്രിങ് ഹെർ കൗ. സിൽവിയ ഒരു അവളുടെ പശുവിനെ കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം രാവിലെ പശുവിനെയൊക്കെ കൊണ്ട് കെട്ടും പുല്ലൊക്കെ തിന്നാൻ. പിന്നെ വൈകിട്ടാകുമ്പോഴാണ് അതിനെ പോയി അഴിച്ചു കൊണ്ടുവരിക. അപ്പം അങ്ങനെയുള്ളൊരു ഗ്രാമം അല്ലെങ്കിൽ റൂറൽ ഏരിയ തന്നെയാണ് അവിടെ. അപ്പോൾ സിൽവിയയെ പശുവിനെ കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. പശുവിൻ്റെ പേരെന്താ, കവിൻ്റെ പേരെന്താ? മിസ്ട്രസ് മോളി. മിസ്ട്രസ് മോളി എന്നാണ് പശുവിൻ്റെ പേര്. ഹോം ടു ഹെർ ഗ്രാൻഡ് മദേഴ്സ് ഫാം ടു ബി മിൽക്ക്ഡ്. അപ്പോൾ മിസ്സിസ് മോളീനെ കൊണ്ടുവരാനായിട്ട് പോവുകയാണ് സിൽവിയ. ഇപ്പോൾ ഈ ഒരു സിൽവിയയുടെ ഗ്രാൻഡ് മദറിൻ്റെ ഒപ്പമാണ് സിൽവിയ താമസിക്കുന്നത്. അവിടുത്തെ ഗ്രാൻഡ് മദറിൻ്റെ പശുവിൻ്റെ പേരാണ് മിസ്ട്രസ് മോളി. അതിനിപ്പോൾ പാല് കറക്കാനായിട്ട് കൊണ്ടുപോകാനായിട്ട് സിൽവിയ പോവാണ്. മിസ്ട്രസ് മോളി ഈസ് നോൺ ഫോർ വാണ്ടറിങ് എവേ ഫ്രം ഹെർ പാസ്റ്റർ. ഈ ഒരു പശുവിൻ്റെ പ്രത്യേകത, മിസ്സിസ് മോളിയുടെ പ്രത്യേകത, അതിനെ നമ്മൾ പുല്ലൊക്കെ കഴിക്കാനായിട്ട് എവിടെ നിർത്തിയാലും അത് അവിടെ തന്നെ നിൽക്കില്ല, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ അതിനന്വേഷിച്ച് ചെല്ലുമ്പോൾ കുറേ സമയം അന്വേഷിച്ചാലാണ് ഈ മിസ്സിസ് മോളി എന്ന് പറയുന്ന പശുവിനെ കിട്ടുള്ളൂ. എല്ലാവർക്കും അറിയാം ഇങ്ങനെ ചുറ്റി നടക്കുന്നൊരു സ്വഭാവം മിസ്സിസ് മോളിക്ക് ഉണ്ടെന്ന്, ഈ പശുവിന് ഉണ്ടെന്ന്. ദാറ്റ് ഡേ ഷീ സെർച്ചസ് ഫോർ ദ കൗ ഫോർ ദ ലോങ് ടൈം. അന്നും ഈ നമ്മുടെ സിൽവിയയ്ക്ക് മിസ്സിസ് മോളിനെ ഒരുപാട് നേരം അന്വേഷിച്ച് നടക്കേണ്ടതായിട്ട് വന്നു. ഫൈനലി ഷീ ഫൈൻഡ്സ് ഹെർ. അവസാനം മിസ്സിസ് മോളിനെ കണ്ടെത്തി, പശുവിനെ കണ്ടെത്തി. അത് സ്വാം സൈഡ് ആൻഡ് ലോഫ്. കണ്ടെത്തിയപ്പോൾ സിൽവിയയ്ക്ക് ചിരി വന്നു. ഷീ ഗൈഡ്സ് ഹെർ അഫെക്ഷനേറ്റ്ലി ഹോംവാർഡ് വിത്ത് എ ട്വിഗ് ഓഫ് ബിർച്ച് ലീവ്സ്. പക്ഷേ എന്തോരം ഇങ്ങനെ ഓടിപ്പിച്ചാലും സിൽവിയയ്ക്ക് ഈ പശുവിനോട് ദേഷ്യമൊന്നുമില്ല, ഭയങ്കര സ്നേഹമാണ്, എഫെക്ഷനേറ്റാണ്. അങ്ങനെ ഒരു ചെടിയുടെ ഒരു ചെറിയ കൊമ്പ് ഇങ്ങനെ ആക്കി ബിർച്ച് ലീഫിൻ്റെ ഒരു ചെറിയ കൊമ്പുണ്ട്, അത് കൈകൊണ്ടാക്കി ഇങ്ങനെ വീട്ടിലേക്ക് വഴി കാണിക്കുകയാണ് സിൽവിയ മിസ്സിസ് മോളീനെ, പശുവിനെ. സിൽവിയ വണ്ടേഴ്സ് ഹൗ ഹെർ ഗ്രാൻഡ് മദർ മിസ്സിസ് ടില്ലി വിൽ റിയാക്ട് ടു അറൈവിങ് ഹോം ലേറ്റ്. അപ്പോൾ സിൽവിയ ഒരു കാര്യം ആലോചിക്കുന്നുള്ളൂ, ഗ്രാൻഡ് മദർ നേരം വൈകി വീട്ടിലെത്തുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യും, എങ്ങനെ പ്രതികരിക്കും.
കാരണം ഒരുപാട് നേരം മിസ്സിസ് മൂളിനെ അന്വേഷിച്ച് നടക്കേണ്ടി വന്നു, പശുവിനെ അന്വേഷിച്ച് നടക്കേണ്ടി വന്നു. അപ്പം അതുകൊണ്ട് വൈകി. അപ്പം എന്തായാലും ഇവരെ കാണാത്തത് കൊണ്ട് ഗ്രാൻഡ് മദർ പേടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഗ്രാൻഡ് മദർ ആയിട്ടുള്ള മിസ്സിസ് തില്ലി എങ്ങനെ പ്രതികരിക്കും എന്നാണ് ഇപ്പോൾ സിൽവിയയുടെ ഭയം. മിസ്സിസ് തില്ലി സസ്പെക്ട്സ് ദാറ്റ് സിൽവിയ ഓപ്പൺ സ്പെൻസ് മച്ച് ടൈം ഓൺ ഹെർ ഡ്യൂട്ടീസ് ഡ്യൂ ടു ഹെർ ലവ് ഓഫ് ദ ഔട്ട്ഡോർ. പക്ഷേ ഗ്രാൻഡ് മദറിന് അറിയാം സിൽവിയയ്ക്ക് ഇങ്ങനെ പുറത്ത് നടക്കാനും പുറത്തെ കാഴ്ചകൾ കാണാനും പ്രകൃതിന് മൃഗങ്ങളെയൊക്കെ സ്നേഹമുള്ള കുട്ടിയാണ് സിൽവിയ എന്ന് ഗ്രാൻഡ് മദറിന് അറിയാം. വെയർലി വാക്കിംഗ് സിൽവിയ, അങ്ങനെ വേഗം വീട്ടിലെത്താൻ വേണ്ടിയിട്ട് സിൽവിയ പശുവിനെയും കൊണ്ട് വേഗം നടക്കുകയാണ്. ആൻഡ് ഹെർ ഫ്രണ്ട് സ്റ്റോപ്പ് അറ്റ് എ ബ്രൂക്ക്. നമ്മുടെ ഫ്രണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ആരാ? നമ്മുടെ പശു. രണ്ടുപേരും വേഗം നടക്കുമ്പോൾ വേർ മിസ്ട്രസ് മൂളി ഡ്രിങ്ക്സ്. അങ്ങനെ മിസ്സസ് മൂളി വെള്ളം കുടിക്കാനായിട്ട് നിൽക്കുകയാണ്. വേഗം നടക്കുന്നു, മിസ്സസ് മൂളി വെള്ളം കുടിക്കാനായിട്ട് നിൽക്കുകയാണ്. സിൽവിയ കൂൾസ് ഹെർ ബെയർ ഫീറ്റ്. അപ്പോൾ സിൽവിയും ആ വെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ തൻ്റെ കാല്, ചെരുപ്പൊന്നും ഇടാത്ത കാല് ഇങ്ങനെ നനയ്ക്കുകയാണ്. ആൻഡ് ഇറ്റ് ടേക്സ് ഇറ്റ് ഇൻ ദ സൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് ഓഫ് ബേർഡ്സ്. അപ്പോൾ അതുപോലെ പക്ഷികളുടെ സൗണ്ടും പക്ഷികളുടെ ശബ്ദവും ഒക്കെ കാഴ്ചകളൊക്കെ കാണുകയാണ്. ആൻഡ് അതർ ക്രീച്ചേഴ്സ്, മറ്റ് ജീവജാലങ്ങൾ സറൗണ്ടിങ് ദം ഇൻ ദ ഫോറസ്റ്റ്, കാട്ടിലുള്ളത്. ഇതൊക്കെ ഈ സമയത്ത് ആരാസ്വദിക്കുന്നുണ്ട്? സിൽവിയ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ സിൽവിയ ഒരു പ്രകൃതി സ്നേഹിയാണെന്ന്, അല്ലെങ്കിൽ പക്ഷി മൃഗസ്നേഹിയാണെന്ന് വ്യക്തമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അതായത് സിൽവിയ റിമെമ്പേഴ്സ് ദ സിറ്റി വേർ ഷീ ലിവ്ഡ് വിത്ത് മെനി സിബ്ലിങ്സ്. അപ്പോൾ ഈ സമയത്ത് സിൽവിയ ആലോചിക്കുകയാണ്, അവളുടെ വീട് എവിടെയാണ്? ശരിക്കും നഗരത്തിലാണ്, സിറ്റിയിലാണ്. ആ സിറ്റിയിൽ അവൾക്ക് ഒരുപാട് അനിയത്തിയും ചേട്ടനൊക്കെ മാരൊക്കെ ഉണ്ട്. ആ സമയത്ത് അവൾ സന്തോഷമായി ജീവിച്ചിരുന്നത് അവൾ ആലോചിക്കുകയാണ്. ഷീ കെയിം ടു ദ ഫാം എ ഇയർ എഗോ. ഈ ഒരു പാടമുള്ള സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഒരു ഫാമിലേക്ക് ഗ്രാൻഡ് മദറിനൊപ്പം അവൾ പോന്നിട്ട് 1 വർഷമായിട്ടുള്ളൂ. മിസ്സിസ് തില്ലി ഈസ് റേസിംഗ് സിൽവിയ ടു അസിസ്റ്റ് ഹെർ ഡോട്ടർ ആൻഡ് ഹാവ് മോർ ഹെൽപ്പ് ഓൺ ഹെർ ഫാം. അപ്പോൾ മിസ്സിസ് തില്ലി ഇപ്പോൾ ഈ ഗ്രാൻഡ് മദറാണ് ആരെ ഇപ്പോൾ വളർത്തുന്നത്? സിൽവിയനെ വളർത്തുന്നത്. തൻ്റെ മോളെ സഹായിക്കാനും അതുപോലെ തന്നെ സിൽവിയ ഗ്രാൻഡ് മദറിനൊരു സഹായമാവാനുമാണ്. അതേസമയം മിസ്സിസ് തില്ലിയുടെ മകൾക്കും ഇതൊരു സഹായമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്സിസ് തില്ലിയുടെ മകൾക്ക്, അതായത് സിൽവിയയുടെ അമ്മയ്ക്ക് ഒരുപാട് മക്കളുണ്ട്. അപ്പോൾ ഒരു കുട്ടിയെ ഇങ്ങനെ കൊണ്ടുവന്ന അപ്പം അതൊരു സഹായമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മിസ്സിസ് തില്ലി ഈ നമ്മുടെ സിൽവിയനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. മാത്രമല്ല സിൽവിയ നല്ല സഹായമാണ് മിസ്സിസ് തില്ലിക്ക് ഈ ഒരു ഫാമിലൊക്കെ ചെയ്യുന്നത്. മാത്രമല്ല ഷീ ഓൾസോ നോസ് ദാറ്റ് സിൽവിയ വാസ് ടു ടിമിഡ് ആൻഡ് സീക്രട്ട് ഓഫ് ദ പീപ്പിൾ ഇൻ ദ സിറ്റി, ദോ സിൽവിയ വണ്ടേഴ്സ് അബൌട്ട് ഹാപ്പനിങ്സ് ഇൻ ഹെർ ഓൾഡ് സിറ്റി. മാത്രമല്ല ഇപ്പം ഈ മക്കളിൽ നിന്ന്, അതായത് സിൽവിയയുടെ അമ്മേനെ മക്കളിൽ നിന്ന് സിൽവിയനെ സെലക്ട് ചെയ്യാൻ ഗ്രാൻഡ് മദർ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവിയയ്ക്ക് കൂടുതൽ ആളുകൾ കാണുമ്പോൾ ഒക്കെ പേടിയാണ്. പക്ഷേ ഈ ഒരു ഫാം ഏരിയയിലെ ആളുകളൊക്കെ കുറവാണ്. അപ്പം അതുകൊണ്ടും കൂടിയാണ് സിൽവിയനെ സെലക്ട് ചെയ്തത്. അതുകൊണ്ടാണ് ആ സിബ്ലിങ്സിൽ നിന്നും സിൽവിയനെ ഈ ഫാമിലേക്ക് കൊണ്ടുവന്നത്. കാരണം ഷീ പ്രിഫേഴ്സ് ദ വുഡ്. സിൽവിയയ്ക്ക് കാടൊക്കെ ഇഷ്ടമാണ്. ഷീ ഫീൽസ് പീസ്ഫുൾ ആൻഡ് ജോയ്ഫുൾ സറൗണ്ടഡ് ബൈ നേച്ചർ. പ്രകൃതിയോട് ഇങ്ങനെ ഇണങ്ങിയിരിക്കുമ്പോൾ അവൾക്ക് സമാധാനം, സന്തോഷമുള്ളതുപോലെയൊക്കെ അനുഭവപ്പെടാറുണ്ട്. ഇനി സഡൻലി പെട്ടെന്ന് തന്നെ ഷീ ഹിയേഴ്സ്, സിൽവിയ ഒരു ശബ്ദം കേൾക്കുകയാണ്. എ യൂത്ത്സ് വിസിൽ, ഒരു ചെറുപ്പക്കാരൻ്റെ വിസിലാണ് അവൾ കേൾക്കുന്നത്. ക്ലോസ് ബൈ, വളരെ അടുത്ത്. അപ്പം ആ ഒരു ഫോറസ്റ്റിൽ തന്നെയാണ് കേട്ടോ അവരിപ്പോൾ നിൽക്കുന്നത്. ആ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ്റെ വിസിൽ കേൾക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്കും വന്നു കഴിഞ്ഞാൽ മിസ്സിസ് മൂളി വെള്ളം കുടിക്കുന്ന നേരത്താണ് കേട്ടോ. പശു വെള്ളം കുടിക്കാൻ നിൽക്കുന്ന നേരത്ത് ഇവളിങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നിൽക്കുകയാണ് സിൽവിയ. ആ സമയത്ത് അവളുടെ പണ്ടത്തെ അവൾ താമസിച്ചിരുന്ന അവളുടെ സിറ്റിയും അവളുടെ അച്ഛനമ്മമാരെയും സിബ്ലിങ്സിനെയൊക്കെ പറ്റി ആലോചിക്കുന്നതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്. പക്ഷെ ആ ഒരു സമയത്ത് പെട്ടെന്നൊരു വിസിൽ കേൾക്കും. ഒരു ചെറുപ്പക്കാരൻ്റെ വിസിലാണ്. ആൻഡ് നോട്ട്സ് ദാറ്റ് അൺലൈക്ക് എ ബേർഡ്സ് ഫ്രണ്ട്ലി വിസിൽ ഇറ്റ് സൗണ്ട്സ് ഡിറ്റർമൈൻഡ്. അതൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വിസിൽ, ഒരു പക്ഷിയുടെ വിസിലൊന്നുമല്ല, പക്ഷിയുടെ ചൂളം വിളിയൊന്നുമല്ല. ഇത് ഒരു ഡിറ്റർമൈൻഡ് ആണ് ആൻഡ് സംവാട്ട് അഗ്രസീവ്. കുറച്ച് രോക്ഷമുള്ള രീതിയിൽ, ഇത് കുറച്ച് ദേഷ്യമുള്ള രീതിയിലുള്ള ആരുടെയോ വിസിലാണെന്ന് സിൽവിയയ്ക്ക് തോന്നുകയാണ്.
സിൽവിയ ഹൈഡ്സ് ഇൻ ദ ബുഷസ്. സിൽവിയയ്ക്ക് പേടിയായപ്പോൾ അവൾ ആ ഒരു ബുഷിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നു. ബട്ട് ദ ബോയ് ഫൈൻഡ്സ് ഹെർ ദർ. പക്ഷെ ആ ഒരു വിസിലടിച്ച് വന്ന ആ ഒരു ബോയ് അവളെ കണ്ടെത്തി. ഹി ആസ് അല്ലെങ്കിൽ വിസിലടിച്ച് വന്ന ആ ഒരു ആള് അവളെ കണ്ടെത്തി. ഹി ഹാസ് ഹൗ ഫാർ ഇറ്റ് ഈസ് ടു മെയിൻ റോഡ്. അങ്ങനെ ആ വിസിലടിച്ച് വന്ന ആ ഒരു ബോയ് അല്ലെങ്കിൽ ആ ഒരു മനുഷ്യൻ അവളോട് ചോദിച്ചു മെയിൻ റോഡിലേക്ക് ഇനി എത്ര വഴിയുണ്ടെന്ന്. ഷീസ് എഫ്രൈഡ് ആൻഡ് വിത്ത് ട്രംബ്ലിങ്. അവൾക്ക് ആകെ പേടിയുണ്ട്, വിറയ്ക്കുന്നുണ്ട്. സിൽവിയ സേസ് ഇറ്റ് ഈസ് ഫാർ. അങ്ങനെ വിറച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഇനിയും മെയിൻ റോഡിലേക്ക് ഒരുപാട് ദൂരം ഉണ്ടെന്ന് പറഞ്ഞു. ദ യങ് മാൻ ക്യാരീസ് എ ഗൺ. ഈ ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ ഈ ബോയ് എന്നാണ് പറയുന്നത്, ചെറുപ്പക്കാരനാണ്. ആ ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിലൊരു തോക്കുണ്ട്. സ്ലങ് ഓവർ ഹിസ് ഷോൾഡർ. അതിങ്ങനെ തോളി കൂടെ ഇട്ടിട്ടുണ്ട്. ബട്ട് ഹി കാം സിൽവിയ ബൈ ടെല്ലിങ് ഹെർ നോട്ട് ടു ബി എഫ്രൈഡ്. സിൽവിയയുടെ ഈ പേടി കണ്ടപ്പോൾ ഈ യങ് മാൻ പറഞ്ഞു പേടിക്കേണ്ട. അവളെങ്ങനെ സമാധാനിപ്പിക്കുകയാണ്, പേടിക്കേണ്ട ആവശ്യമില്ല, ഞാനൊന്നും ചെയ്യില്ല, അങ്ങനെയൊക്കെ പറയാണ്. ദ സ്ട്രേഞ്ചർ എക്സ്പ്ലെയിൻസ് ഹീസ് എ ബേർഡ് ഹണ്ടർ. അങ്ങനെ ആ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള അപരിചിതൻ പറയാണ് പക്ഷീനെ വേട്ടയാടി പിടിക്കുന്ന ഒരു ബേർഡ് ഹണ്ടറാണ് ഞാൻ. ആൻഡ് ഹീ ഗോട്ട് ലോസ്റ്റ് ഇൻ ദ വുഡ്സ്. കാട്ടിലെപ്പോഴോ അയാൾക്ക് വഴി നഷ്ടപ്പെട്ടു. ഹീ ആസ്ക് സിൽവിയ ഇഫ് ഹീ ക്യാൻ സ്റ്റേ അറ്റ് ഹെർ ഹൗസ് ആൻഡ് ലീവ് ഇൻ ദ മോർണിംഗ്. അപ്പോൾ ഈ ഒരു ചെറുപ്പക്കാരൻ സിൽവിയോട് ചോദിക്കുകയാണ് ഒരു ദിവസം അവളുടെ വീട്ടിൽ തങ്ങാൻ പറ്റുമോ, നാളെ രാവിലെ പൊക്കോളാം. ഷി വെരി റിലക്റ്റൻ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഉറപ്പില്ലാത്ത രീതിയിൽ, ഭയങ്കര എന്താ പറയുക കൺഫ്യൂഷൻ ഉണ്ട്. ഇനി മുത്തശ്ശി അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ വഴക്ക് പറയാന്നൊക്കെ ഒരു പേടിയുണ്ട്. അങ്ങനെ ഒരു സമ്മതവും ഇല്ലാത്ത, പൂർണ്ണ സമ്മതമില്ലാതെ അവൾ പറഞ്ഞു നിന്നോ, എഗ്രീസ്, എൻ്റെ വീട്ടിൽ നിന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ സിൽവിയ, ദ ഹണ്ടർ ആൻഡ് ദ കൗ, അങ്ങനെ ഈ 3 പേരായല്ലോ. പിന്നെ സിൽവി ഉണ്ട്, ഈ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഹണ്ടറുണ്ട്, പശു, കൗ ഉണ്ട്. റീച്ച് ദ ഫാമിൽ തിരിച്ചെത്തി. വേർ ഹെർ ഗ്രാൻഡ് മദർ ഈസ് ആൻഷ്യസ്ലി വെയിറ്റിംഗ്. അവിടെ ഇവരെ കാണാൻ വൈകിയതിൽ പേടിച്ചിട്ടാണ് ഗ്രാൻഡ് മദർ ആയിട്ടുള്ള ടില്ലി നിന്നിരുന്നത്. മിസ്സിസ് ടില്ലി സേസ് സംതിങ് ഫണ്ണി അബൌട്ട് ദ കൗസ് ആൻറ്റിക്സ് ആൻഡ് ആസ്ക് അബൌട്ട് ദ സ്ട്രേഞ്ചർ. പക്ഷെ മിസ്സിസ് ടില്ലി ഭയങ്കര പ്രതീക്ഷിച്ച പോലൊന്നല്ല പെരുമാറിയത്. മിസ്സിസ് ടില്ലി ചിരിച്ചുകൊണ്ട് പശുവിൻ്റെ കുസൃതിത്തരങ്ങളൊക്കെ പറഞ്ഞു സ്ട്രേഞ്ചറിനോട്. സിൽവിയ നോസ് നത്തിങ് അബൌട്ട് ഹിം. അതിനുശേഷം മിസ്സിസ് ടില്ലി ഈ വന്ന അപരിചിതനെ കുറിച്ച് സിൽവിയോട് ചോദിച്ചു, ഇതാരാ എന്താന്നൊക്കെ ചോദിച്ചു. ആ സമയത്ത് സിൽവിയ പറഞ്ഞു എനിക്ക് ഇയാളെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. ദ ഹണ്ടർ ടെൽസ് ഹെർ. ആ സമയത്ത് ആ ചെറുപ്പക്കാരനായിട്ടുള്ള ആ ഒരു ഹണ്ടർ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ഹൗ ഹി ഗോട്ട് ലോസ്റ്റ് ഇൻ ദ ഫോറസ്റ്റ്. കാട്ടിൽ വഴി തെറ്റി ഒറ്റപ്പെട്ടു പോയി എന്നയാൾ പറയാണ്. ആൻഡ് റിക്വസ്റ്റ് എ നൈറ്റ് സ്റ്റേ ഇൻ ദ ഫാം. ഈ ഒരു ഫാമിൽ ഒരു ദിവസം രാത്രി തങ്ങിക്കോട്ടെ എന്ന് അപേക്ഷിക്കുകയാണ്. മിസ്സിസ് ടില്ലി അഗ്രീസ്. അങ്ങനെ ഗ്രാൻഡ് മദർ ആയിട്ടുള്ള ടില്ലി സമ്മതിക്കുകയാണ്. ദേ സ്പെൻഡ് ദ ഈവനിങ് മിൽക്കിംഗ് ദ കൗ. അങ്ങനെ അവർ ആ ഒരു വൈകുന്നേരം അവിടെ പശുവിനൊക്കെ കറന്നു. ഈറ്റിംഗ് ഡിന്നർ, പിന്നീട് അവർ രാത്രി ഫുഡ് കഴിച്ചു. ആൻഡ് ടോക്കിംഗ് വൈൽ ദേ വാച്ച് ദ മൂൺ റൈസ്. അങ്ങനെ രാത്രി വരെ, അതായത് ചന്ദ്രൻ ആ ഒരു സമയം വരെ അവർ സംസാരിച്ചു. ദ ന്യൂലി മെയ്ഡ് ഫ്രണ്ട്സ് ടോക്ക് അബൌട്ട് മിസ്സിസ് ടില്ലീസ് ഫാമിലി. അങ്ങനെ ഇവരൊക്കെ ഈ ഒരു ഗ്രാൻഡ് മദറിൻ്റെ കുടുംബത്തെ പറ്റി സംസാരിച്ചു. മിസ്സിസ് ടില്ലി, അതായത് ഗ്രാൻഡ് മദറിൻ്റെ ഫാമിലീനെ പറ്റിയിട്ട്. അപ്പം മിസ്സിസ് ടില്ലിയുടെ കഥയാണ്. എന്താ പറയുന്നത്, ഷീ ലോസ്റ്റ് 4 ചിൽഡ്രൻ. മിസ്സിസ് ടില്ലിക്ക് ഈ ഗ്രാൻഡ് മദറിന് 4 മക്കൾ മരിച്ചിട്ടുണ്ട്. ബട്ട് ഷീ ഹാസ് സിൽവിയാസ് മദർ ആൻഡ് ഹെർ സൺ ഡാൻ. ഇപ്പം 2 മക്കളേ ഉള്ളൂ. ഒന്ന് സിൽവിയയുടെ അമ്മയും പിന്നെ ഒരു മകനുണ്ട്, പേര് ഡാൻ, ഹു ലീവ്സ് ഇൻ കാലിഫോർണിയ. ആ മകനായിട്ടുള്ള ഡാൻ ഇപ്പം ജീവിക്കുന്നത് കാലിഫോർണിയയിലാണ്. ഡാൻ ഓഫൺ ഷോട്ട് പാട്രിഡ്ജസ് ആൻഡ് സ്ക്വിറൽസ് ഫോർ മിസ്സിസ് ടില്ലി ടു കുക്ക്. അപ്പോൾ മിസ്സിസ് ടില്ലി ഗ്രാൻഡ് മദർ ആലോചിക്കുകയാണ് മകനായിരുന്ന ഡാൻ ഇപ്പോൾ കാലിഫോർണിയയിലാണ് കേട്ടോ ഡാൻ. ആ ഡാൻ ഇങ്ങനെ കുഞ്ഞു പക്ഷികളെ അതുപോലെ തന്നെ സ്ക്വിറൽ അണ്ണാനെയൊക്കെ പിടിക്കുമായിരുന്നു. അങ്ങനെ അത് കുക്ക് ചെയ്യാനായിട്ട് മിസ്സിസ് ടില്ലിക്ക് കൊടുക്കാറുണ്ടെന്നൊക്കെ ആലോചിക്കുകയാണ്. ഷീ ആഡ്സ് ദാറ്റ്. അതുകൂടാതെ മിസ്സിസ് ടില്ലി പറയാണ്, ഗ്രാൻഡ് മദർ പറയാണ്, സിൽവിയ ഈസ് ലൈക്ക് ഡാൻ. സിൽവിയ ഡാനിനെ പോലെയാണെന്ന് പറയാണ്. കാരണം എന്താ, ഷീ നോസ് ദ ഫോറസ്റ്റ്. അവൾക്കും കാടുകൾ അറിയാം. ആൻഡ് ദ വൈൽഡ് അനിമൽസ്. മൃഗങ്ങളെക്കുറിച്ചും കാടിനെ പറ്റിയും ഡാനിനെ പോലെ തന്നെ സിൽവിയയ്ക്ക് അറിയാമെന്ന് മിസ്സിസ് ടില്ലി ഗ്രാൻഡ് മദർ പറയാണ് കേട്ടോ.
ദ എനിമൽസ് ഈവൻ തിങ്ക് ദാറ്റ് സിൽവിയ ഈസ് വൺ ഓഫ് ദം. അപ്പോൾ പറയാണ് സിൽവിയ മൃഗങ്ങളിൽ ഒരാളായിട്ടാണ് മൃഗങ്ങൾ ചിന്തിക്കുന്നതെന്ന്. അപ്പോൾ അതിനർത്ഥം എന്താ, അത്ര അടുപ്പാണ് മൃഗങ്ങളായിട്ട് സിൽവിയയ്ക്ക് എന്ന് പറയാണ്. ദ ഹണ്ടർ ഈസ് ഗ്ലാഡ് ടു നോ ദാറ്റ് സിൽവിയ നോസ് ദ വുഡ്സ് ആൻഡ് ഇറ്റ്സ് ക്രീച്ചേഴ്സ്. ഇത് കേട്ടപ്പോൾ ഈ ഒരു പക്ഷിപിടുത്തക്കാരൻ അല്ലെങ്കിൽ ഹണ്ടർക്ക് ഭയങ്കര സന്തോഷമായി. സിൽവിയയ്ക്ക് ഈ കാടുകളെ പറ്റിയിട്ടും അവിടുത്തെ മൃഗങ്ങളെ പറ്റിയൊക്കെ അറിയാമെന്ന് പറഞ്ഞപ്പോൾ, പക്ഷികളെ പറ്റിയൊക്കെ അറിയാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഹി ടെൽസ് ദം ദാറ്റ്. അപ്പോൾ അയാൾ പറയാണ്, ഹണ്ടർ പറയാണ്, ഹി ഹാസ് ബീൻ കളക്ടിങ് ബേർഡ്സ്. പക്ഷികളിങ്ങനെ കളക്ട് ശേഖരണമാണ് അയാൾക്ക്. സിൻസ് ഹി വാസ് എ ലിറ്റിൽ ബോയ്, കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ തൊട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹി ഹാസ് ഹണ്ടഡ്, ഒരുപാട് പക്ഷികളത് ഹണ്ട് ചെയ്തിട്ടുണ്ട്. ഫോർ അബൌട്ട് 5 years, 5 വർഷത്തിനുള്ളിൽ ഒരുപാട് പക്ഷികളത് ഹണ്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. മിസ്സിസ് ടില്ലി ആസ്ക് ഇഫ് ഹി കീപ് ദ ബേർഡ്സ് ഇൻ കേജസ്. ആ സമയത്ത് മിസ്സിസ് ടില്ലി ചോദിക്കുകയാണ്, ഈ കണ്ടുപിടിച്ച് പക്ഷികളൊക്കെ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, വേട്ടയാടി പിടിച്ച പക്ഷികളെയൊക്കെ കൂടുകളിലാണോ താമസിപ്പിക്കുന്നത്, കേജസിലാണോ എന്ന് ചോദിക്കുകയാണ്. ഹീ ഈസ് ആൻ ഓർണിത്തോളജിസ്റ്റ്. അപ്പോൾ ഓർണിത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ പക്ഷികളെ പറ്റി കൂടുതൽ അറിയുന്ന ഒരാൾ, അല്ലെങ്കിൽ എക്സ്പേർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരാളാണ് ഈ ഒരു യങ് മാൻ. ആൻഡ് ഹി റിപ്ലൈസ് ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുകയാണ്, ദ ബേർഡ്സ് ആർ സ്റ്റഫ്ഡ് ആൻഡ് പ്രിസർവ്ഡ് ഇൻ ഹിസ് കളക്ഷൻ. കൂടുകളിലല്ല സൂക്ഷിച്ചിട്ടുള്ളത്, മറിച്ച് ആ പക്ഷികളെ വേട്ടയാടി പിടിച്ച് അവയെ കൊന്നിട്ട് അവയുടെ ആ ഒരു ശരീരം സ്റ്റഫ് ചെയ്തിട്ടാണ് സൂക്ഷിച്ചിട്ടുള്ളതെന്ന് പറയാണ്. ഹി ഷോട്ട് ഓർ സ്നെയർഡ് എവരി ബേർഡ് ഹിംസെൽഫ്. ആ ഒരു ബേർഡിനെ വെടിവെക്കുകയാണ്. ഹി ഓൾസോ സ്റ്റേറ്റ്സ് ദാറ്റ്. എന്നിട്ട് ഇയാൾ പറയാണ്, ഹി സോ എ വൈറ്റ് ഹെറോൺ. നമുക്ക് പഠിക്കാനുള്ള വൈറ്റ് ഹെറോൺ കൊക്ക് പോലെയുള്ള ഒരു പക്ഷിയാണ്. അതിനെ കണ്ടു ഇവിടെ എന്ന് പറയാണ്. എ ഫ്യൂ മൈൽസ് ഫ്രം ദ ഫാമിന് കുറച്ച് മൈൽ മുന്നേ ഈ ഒരു വൈറ്റ് ഹെറോണിനെ ഇയാൾ കണ്ടു. ആൻഡ് ഫോളോഡ്സ് ദ ബേർഡ്സ് ടെറായി. അതിൻ്റെ പാത പിന്തുടർന്നു പോന്നു. അൺടിൽ ഹി ഗോട്ട് ലോസ്റ്റ്. അങ്ങനെയാണ് വഴി തെറ്റിയത് എന്ന് പറയാണ്. ഹി സേസ് ദാറ്റ് ദ ബേർഡ് ഈസ് എ സ്ട്രേഞ്ച് വൺ. ഈ ഒരു പക്ഷി വളരെ വിലപ്പെട്ടതാണ്, എപ്പോഴും കാണാനൊന്നും പറ്റില്ല, ഭയങ്കര റെയറാണെന്ന് പറയാണ് ഈ വൈറ്റ് ഹെറോൺ. ടോളാണ്, നല്ല ഉയരത്തിലാണ്. വിത്ത് സോഫ്റ്റ് ഫെതേഴ്സ്, വളരെ പരിവരുത്ത തൂവലുകളാണ്. ആൻഡ് വെരി തിൻ ലെങ്സ്, കൊലുന്നനെയുള്ള കാലുകളാണ്. ഹി വാണ്ട്സ് സിൽവിയ ടു ഹെൽപ്പ് ഹിം ടു ലൊക്കേറ്റ് ദ ബേർഡ്. ഇയാൾക്ക് വേണ്ടത് സിൽവിയയുടെ സഹായമാണ്. ഈ വൈറ്റ് ഹെറോണെ കണ്ടുപിടിക്കാൻ സിൽവിയ സഹായിക്കണം. സിൽവിയ റിമെയിൻസ് ക്വൈറ്റ്. സിൽവിയ മിണ്ടാടി ഇന്ന് കുറച്ച് നേരം. ബട്ട് ദ ഹണ്ടർ കണ്ടിന്യൂസ്. പക്ഷേ ഈ ഒരു ഹണ്ടർ സംസാരിച്ചു കൊണ്ടിരുന്നു. എന്താ ഇയാൾ പറയണത്? ഹണ്ടർ സേസ് ദാറ്റ് ഹീ ഈസ് ഡിറ്റർമൈൻഡ് ടു ഫൈൻഡ് ദ ഹെറോൺ. ഹണ്ടർ പറയാണ്, എനിക്ക് എന്തായാലും ഹെറോണെ കിട്ടിയേ പറ്റൂ, അത്രയും എനിക്കത് ആഗ്രഹമുണ്ട്. ആൻഡ് ഹി പ്ലാൻസ് ടു സ്പെൻഡ് ഹിസ് വെക്കേഷൻ സെർച്ചിങ് ഫോർ ഇറ്റ്. ഈ ഒരു വെക്കേഷൻ തന്നെ അതിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അയാൾ ചിലവഴിച്ചത്. ഹി ഓഫേഴ്സ് $10 ടു എനി വൺ ഹു ഹാഡ് ലീഡ് ഹിം ടു ഇറ്റ്. ഇത്രയൊരു എമൗണ്ട്, ഇത്രയും $10 അദ്ദേഹം കൊടുക്കുക എന്ന് പറയാണ്. ആരെങ്കിലും വൈറ്റ് ഹെറോനെ കണ്ടുപിടിക്കാൻ സഹായിക്കുകയാണെങ്കിൽ ഇത്രയും പൈസ, അതായത് $10 പാരിതോഷികമായിട്ട് കൊടുക്കാം എന്ന് അയാൾ പറയാണ്. ഇറ്റ് ഈസ് എ ബിഗ് എമൗണ്ട് ഫോർ ദ പുവർ ഫാമേഴ്സ് ഇൻ ദ ഏരിയ. ആ ഒരു ഏരിയയിലെ പാവപ്പെട്ട കർഷകർക്ക് ഇയാൾ ഓഫർ ചെയ്യുന്ന പണം എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയാണ്. മിസ്സിസ് ടില്ലി ഈസ് ത്രില്ലഡ് അബൌട്ട് ദ പോസിബിൾ റിവാർഡ്. ഇത് കേട്ടപ്പോൾ മിസ്സിസ് ടില്ലിക്ക് ഭയങ്കരമായിട്ടൊരു ത്രില്ല് വന്നു, ഒരു ഗ്രീഡ്, ഒരു തരം മാർത്തി. ആ പൈസ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഉള്ള ഒരു രീതിയിലുള്ള ത്രില്ല് വന്നു. സിൽവിയ അറ്റൻഷൻ ഈസ് ഡൈവേർട്ടഡ് ബൈ എ ടോഡ് ജമ്പിങ് ടുവേർഡ്സ് ഹിസ് ഹോൾ നിയർ ബൈ. അപ്പം രണ്ടുപേർക്കും സിൽവിയയ്ക്ക് എത്ര വന്നിട്ടില്ല, ഗ്രാൻഡ് മദറിന് ഈ പൈസേനെ ഒരു ഇത് തോന്നുകയാണ്. അടുത്ത ദിവസം, ദ നെക്സ്റ്റ് ഡേ, സിൽവിയ അക്കമ്പനീസ് ദ ഓർണിത്തോളജിസ്റ്റ് ഇൻ ടു ദ ഫോറസ്റ്റ്. സിൽവിയ ഇയാളുടെ കൂടെ പോവാണ്. എന്തിനു വേണ്ടിയിട്ടാ? വൈറ്റ് ഹെറോണെ കണ്ടുപിടിക്കാൻ. അപ്പോൾ അവൾക്ക് ആ പാരിതോഷികം കിട്ടും. ഷീ ഈസ് നോ മോർ എഫ്രൈഡ് ഓഫ് ദ ന്യൂ ബോയ്. ഇപ്പോൾ ആ ഒരു ബോയോടെ പേടിയൊന്നും അവൾക്കില്ല. ഷീ തിങ്സ് ഹീസ് എ ഗുഡ് നേച്ചേർഡ് ആൻഡ് സിമ്പതറ്റിക്. അവൾക്ക് തോന്നുന്നു നല്ലൊരു ചെറുപ്പക്കാരനാണ്, നല്ലൊരു ബോയാണ്, നല്ല സിമ്പതറ്റിക് ആണെന്നൊക്കെ തോന്നുകയാണ്. ദ ബോയ് ഷെയർസ് ഹിസ് നോളജ് ഓഫ് ബേർഡ്സ്. ബോയ് അവനറിയാവുന്ന പക്ഷികളെ പറ്റിയിട്ടുള്ള അറിവുകളൊക്കെ സിൽവിയയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്.
ആൻഡ് ഗീവ്സ് ഹെർ എ ജാക്ക് നൈഫ് ആസ് എ പ്രസൻറ്റ്. സമ്മാനമായിട്ട് ഒരു ജാക്കിൻ്റെ നൈഫും കൂടെ കൊടുക്കുകയാണ്. ഷീ ലൈക്സ് ഇറ്റ്. അവൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആൾക്കൊരു ഇഷ്ടമായി തുടങ്ങി, ബോയിനോട് ഇഷ്ടമായി. സിൽവിയ ഗെറ്റ്സ് സ്കയേർഡ് വെൻ ഹി ഷൂട്ട്സ് എ ബേർഡ്. ആ സമയത്ത് ഈ ബോയ് ഒരു ബേർഡിനെ ഷൂട്ട് ചെയ്തു. അപ്പോൾ സിൽവിയയ്ക്ക് പേടി. ഷീ തിങ്സ് ഷീ വുഡ് ലൈക്ക് ഹിം ബെറ്റർ വിത്തൗട്ട് ഹിസ് ഗൺ. അപ്പോൾ അവൾക്ക് തോന്നുന്നതാണ് ഈ ചെറുപ്പക്കാരന് ഇഷ്ടമാണ്, പക്ഷേ അയാളുടെ കയ്യിൽ തോക്ക് പാടില്ല, തോക്കില്ലാത്തപ്പോഴാണ് കൂടുതൽ ഇഷ്ടമെന്ന് അവൾക്ക് തോന്നുകയാണ്. ഷീ റിഗാർഡ്സ് ഹിം വിത്ത് ലവിങ് അഡ്മിറേഷൻ. അവൾക്കൊരു ആരാധന, ഒരു ഇഷ്ടമൊക്കെ തോന്നുകയാണ് ഈ ബോയോട്. ഷീ ഡിസ്ക്രൈബ് ഹിം ആസ് ചാമിങ് ആൻഡ് ഡിലൈറ്റ്ഫുൾ. അപ്പോൾ അവൾ വിവരിക്കുകയാണ് അവനെങ്ങനെയാണ്, നല്ല ചാമിങ് ആണ്, സന്തോഷിപ്പിക്കാൻ പറ്റുന്നവനാണ്, സന്തോഷവാനാണെന്നൊക്കെ പറയാണ്. ഓൾദോ ഷീ ഈസ് ഓൺലി 9, അവൾക്ക് വെറും 9 വയസ്സേ പ്രായമുള്ളൂ. ഷീ ഈസ് ത്രിൽഡ് ബൈ ദ ഡ്രീം ഓഫ് ലവ്. ആ ഒരു ലവിൻ്റെ ഒരു ഡ്രീമിൽ അവൾക്ക് അപ്പം തന്നെ ത്രില്ല് തോന്നി എന്ന് പറയാണ്. വെറും 9 വയസ്സേ ഉള്ളൂ എന്ന് ഓർക്കണം. ദ നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത ദിവസം അവൾ എന്താ ചെയ്തേ? സിൽവിയ ക്ലൈംസ് എ ടോൾ പൈൻ ട്രീ. ഒരു വലിയ നല്ല ഉയരത്തിലുള്ള ഒരു പൈൻ ട്രീ ഉണ്ട്, അതുമ്മ കയറി. ടു ഹാവ് എ വൈഡർ വ്യൂ. ഏറ്റവും ഉയരമുള്ളൊരു മരമായിരുന്നു അത്. അപ്പം ഇങ്ങനെ ആ മേലാ മരത്തിൻ്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ താഴെയുള്ള എല്ലാ കാഴ്ചകളും കാണാം കാട്ടിലെ. ക്ലൈംസ് എ ടോൾ പൈൻ ട്രീ ടു ഹാവ് വൈഡർ വ്യൂ ഓഫ് ദ ഫോറസ്റ്റ്. കാട് മൊത്തം കാണാം. ആൻഡ് സ്പോട്ട് ദ വൈറ്റ് ഹെറോൺസ് നെസ്റ്റ്. അങ്ങനെ വൈറ്റ് ഹെറോണിൻ്റെ നെസ്റ്റും സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഷി ബ്രേവിലി ക്ലൈംസ് ദ വൈറ്റ് ഓക്ക്. പിന്നെ അവൾ വൈറ്റ് ഓക്കുമ്മ കയറി. ഫ്രം ദ ഓക്ക്, ആ ഓക്കിൻ്റെ മുകളിൽ നിന്നും ഷീ ഹാസ് ടു ജമ്പ് ടു ദ ഹ്യൂജ് പൈൻ. ഒരു ഹ്യൂജ് പൈൻ മരത്തിലേക്ക് അവർ ചാടി. ഫോർ എ ക്ലവറർ വ്യൂ, ക്ലിയറർ വ്യൂ, കുറച്ചും കൂടെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം ഓക്ക് മരത്തുമ്മ കയറി. ഓക്ക് മരത്തുമെന്ന് അവൾ വലിയ പൈൻ മരത്തിലേക്ക് ചാടി. അങ്ങനെ ക്ലിയർ ആയിട്ട് താഴെയുള്ള കൂടുകളൊക്കെ, പക്ഷികളുടെ കൂടുകളൊക്കെ അവൾക്ക് കാണാൻ പറ്റുകയാണ് കാട്ടിലുള്ളത്. ആഫ്റ്റർ ജമ്പിങ് ഓൺ ടു ദ പൈനുമ്മയ്ക്ക് ചാടിയപ്പോൾ ഷി റീച്ചസ് ദ ടോപ്പ് ഓഫ് ദ ട്രീ. മരത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ അവൾ എത്തി. ഷി ക്യാൻ സീ ദ വണ്ടർഫുൾ സീ. താഴെയുള്ള ഒരുപാട് കാട്ടിലെ കാഴ്ചകൾ അവൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഉയരത്തിൽ നിന്നിട്ട്. എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്? അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ദ വണ്ടർഫുൾ സീ, അതിമനോഹരമായിട്ടുള്ള കടൽ കാണാൻ പറ്റുന്നുണ്ട്. 2 ഫ്ലൈയിങ് ഹോക്സ്, 2 ഹോക്സ് ഫ്ലൈ ചെയ്യുന്നത്, പറക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. മെഡോസ്, പുൽമേടുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഫാംസ്, പാടങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ചർച്ചസ്, പള്ളികൾ. ഗ്രീൻ ഫ്ലോറ, അതായത് പ്ലാന്റ്സ്, ഗ്രീൻ പ്ലാന്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ലഷ് മാഷസ്, അതൊക്കെ അവൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഷീ ഈസ് ടയേർഡ് ഫ്രം ഹെർ ക്ലൈംബ്. ഭയങ്കര ക്ഷീണമാണ്, കാരണം പൊത്തിപ്പിടിച്ച് കയറിയതാണ്. ബട്ട് ഷീ ലുക്സ് ഫോർ ദ വൈറ്റ് ഹെറോൺസ് നെസ്റ്റ്. എന്നിട്ടും അവൾ വൈറ്റ് ഹെറോണിൻ്റെ കൂട് നോക്കി തെരഞ്ഞു. ഷീ ഡസൻ സീ ഇറ്റ് അൺടിൽ ദ ട്രീ ടെൽസ് ഹെർ ടു ലുക്ക് ഡൗൺ. ആ മരം തന്നെ അവളോട് താഴേക്ക് നോക്കാൻ പറയുന്നവരെ അവൾക്കത് കാണാനായിട്ട് പറ്റിയില്ല. ആ മരം തന്നെ അവളോട് താഴേക്ക് നോക്കാൻ പറഞ്ഞ പോലെ അവൾ താഴേക്ക് നോക്കിയപ്പോൾ ഓൺ ദ സ്പോട്ട് വെർ ദ മാർഷ് ടച്ചസ് ദ ബിർച്ചസ് ആൻഡ് ഹെം ലോക്സ് ഷീ സോ ദ ഹെറോൺ. ആ ഒരു സമയത്ത് താഴേക്ക് നോക്കിയപ്പോൾ അവൾ ഈ വൈറ്റ് ഹെറോണിൻ്റെ ഈ ഒരു ബേർഡിൻ്റെ കണ്ടു എന്ന് പറയാണ്. വൈറ്റ് ഹെറോൺ അവൾ കണ്ടു. ദ വൈറ്റ് ഹെറോൺ എപ്പിയേഴ്സ്, വൈറ്റ് ഹെറോണെ കണ്ടു. ആൻഡ് ഫ്ലൈസ് ടു ദ നിയർ ബൈ ട്രീ ബ്രാഞ്ച്, തൊട്ടപ്പുറത്തെ മരത്തിൻ്റെ കൊമ്പലേക്ക് ചാടി പറന്നു. ദ ഹെറോൺ ക്രൈസ് ടു ഹിസ് മേറ്റ് ഓൺ ദ നെസ്റ്റ്. ഹെറോൺ ആരെ തപ്പിയിട്ട, അല്ലെങ്കിൽ ഹെറോണിൻ്റെ കൂടെ ആരുണ്ട്? നെസ്റ്റിൽ അതിൻ്റെ ഇണയെ കൂടെ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഇണയെ, ഒറ്റയ്ക്കല്ലൊരു ഇണ കൂടെയുണ്ട്. സിൽവിയ മേക്സ് എ സൈ ആസ് ദ ബേർഡ് ലൈസ് ബാക്ക് ടു ഹിസ് ഹോം ഇൻ ദ മാർഷ് ബിലോ. ഈ ഒരു വൈറ്റ് ഹെറോൺ അതിൻ്റെ കൂട്ടിലേക്ക്, അതിൻ്റെ ഇണയരെ അടുത്തേക്ക് പോകുന്നു കണ്ടപ്പോൾ സിൽവിയ ഒരു നെടുവീർപ്പാണ് ഇട്ടത്. അവളിങ്ങനെ ശ്വാസം ഭയങ്കരമായിട്ട് വലിച്ചു വിട്ടു. സിൽവിയ ഡിസെൻസ് ദ പൈൻ, ആ പൈൻ മരത്തിൽ നിന്ന് സിൽവിയ ഇറങ്ങി. ആൻഡ് വണ്ടേഴ്സ്, അവൾ അത്ഭുതപ്പെട്ടു. വാട്ട് വിൽ ബി ദ റിയാക്ഷൻ ഓഫ് ദ ഹണ്ടർ, എന്തായിരിക്കും ആ ഒരു പക്ഷിപിടുത്തക്കാരൻ്റെ അല്ലെങ്കിൽ ഹണ്ടറിൻ്റെ, ആ ബോയിൻ്റെ പ്രതികരണം? വെൻ ഷീ ടെൽസ് ഹിം വേർ ദ നെസ്റ്റ് ഈസ്, എവിടെയാണ് കൂടെയെന്ന് പറയുമ്പോൾ അയാളുടെ പ്രതികരണം എന്താവുമെന്ന് അവൾ അത്ഭുതപ്പെട്ടു. അറ്റ് ദ ഫാം, അതേസമയം ഫാമിൽ മിസ്സിസ് ടില്ലി എന്ന് പറഞ്ഞാൽ ആരാ? സിൽവിയയുടെ ഗ്രാൻഡ് മദർ. മിസ്സിസ് ടില്ലി ആൻഡ് ദ ഹണ്ടർ ആർ ലുക്കിംഗ് ഫോർ സിൽവിയ. ഇവർ രണ്ടുപേരും സിൽവിയനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു.
വാസ് മിസ്സിങ് ഫ്രം ഹെർ ബെഡ്. കാരണം ബെഡിൽ അവളെ കാണാനില്ല. സിൽവിയ റീച്ചസ് ദ ഫാം. അങ്ങനെ സിൽവിയ അവൾ ഓൾറെഡി ഇപ്പോൾ എവിടെയാണെന്ന് വൈറ്റ് ഹെറോൺ എവിടെയാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷമാണ് അവൾ ഫാമിൽ തിരിച്ചെത്തുന്നത്. ദ ഹണ്ടർ തിങ്സ് ഷീ ഹാസ് ലൊക്കേറ്റഡ് ദ ഹെറോൺ. അവളുടെ വരവ് കണ്ടപ്പോൾ ഹണ്ടറിന് തോന്നി അവൾ എന്തായാലും ഹെറോണിനെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. മിസ്സിസ് ടില്ലി ആൻഡ് ദ ഹണ്ടർ ആസ്ക് ഹെർ. അവളുടെ ഗ്രാൻഡ് മദർ ആയിട്ടുള്ള ടില്ലിയും ഹണ്ടറും അവളോട് ചോദിച്ചു എവിടെയാണ് വൈറ്റ് ഹെറോണെ കണ്ടോ എന്നൊക്കെ ചോദിച്ചു. ബട്ട് സിൽവിയ ഡസൻ റിവീൽ ടു ദം. പക്ഷെ സിൽവിയ അത് തുറന്നു പറഞ്ഞില്ല, വെളിപ്പെടുത്തിയില്ല, കണ്ട കാര്യം പറഞ്ഞില്ല. വേർ ദ വൈറ്റ് ഹെറോൺ ലിവ്സ്. എവിടെയാണ് വൈറ്റ് ഹെറോൺ താമസിക്കുന്നത് എന്ന് സിൽവിയ അവരോട് പറഞ്ഞില്ല. മിസ്സിസ് ടില്ലി സ്കോൾസ് ഹെർ. ഇതേസമയം മിസ്സിസ് ടില്ലി ഗ്രാൻഡ് മദർ അവളെ വഴക്ക് പറഞ്ഞു. ഫോർ നോട്ട് സക്സീഡിങ് ഇൻ ഗെറ്റിംഗ് ദ $10. അവൾ കണ്ടുപിടിക്കാത്ത അവളുടെ കഴിവുകേടാണ്, അതുകൊണ്ട് $10 നഷ്ടപ്പെടുത്തിയില്ലേ എന്ന് പറഞ്ഞിട്ട് മിസ്സിസ് ടില്ലി ഗ്രാൻഡ് മദർ അവളെ വഴക്ക് പറഞ്ഞു. സിൽവിയ റിമെയിൻ സൈലൻറ്റ്. ആ സമയം സിൽവിയ മിണ്ടാതെ ഇരുന്നു, സൈലൻ്റ് ആയിരുന്നു. ആൻഡ് ഡസ് നോട്ട് ഗിവ് എവേ ദ ഹെറോൺസ് ലൊക്കേഷൻ. ഹെറോൺ എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്തില്ല. ദ യങ് മാൻ ഇവഞ്ച്വലി ഗോസ് എവേ. ആ ഒരു ചെറുപ്പക്കാരൻ, ആ ബോയ് പോയി അവിടെ നിന്ന്, ഡിസപ്പോയിൻറ്റഡ്, നിരാശനായിട്ട്. ഫോർ സിൽവിയ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ബേർഡ്സ് വെൽഫെയർ. അവൾ എന്തുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കാതിരുന്നേ? അവൾക്കറിയാം പറഞ്ഞു കൊടുത്താൽ അതിനെന്തായാലും ഷൂട്ട് ചെയ്യും, കൊല്ലുമെന്ന്. അപ്പോൾ ആ ഒരു പക്ഷിയുടെ കൂട്, അതിൻ്റെ ഇണയൊക്കെ കണ്ടപ്പോൾ ആ പക്ഷിയുടെ നല്ല ജീവിതം ആഗ്രഹിച്ചപ്പോൾ സിൽവിയയ്ക്ക് അത് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചില്ല. ഫോർ സിൽവിയ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ബേർഡ്സ് വെൽഫെയർ. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യക്തമാണ് സിൽവിയ പ്രകൃതി സ്നേഹിയാണ്, പക്ഷി സ്നേഹിയാണ്, നല്ലൊരു മനസ്സിന് ഉടമയാണ്, ഇന്നസെൻ്റ് ആണെന്നൊക്കെ വ്യക്തമാണ്. അതുപോലെ ഗ്രീഡി, അതായത് ആ പണത്തിനോടുള്ള ആർത്തിയൊക്കെ അവൾക്ക് കുറവാണെന്നൊക്കെ. ഷീ സാക്രിഫൈസസ് ഹെർ ഇൻട്രസ്റ്റ് ഇൻ ദ ബോയ് ഹണ്ടർ. അവൾക്ക് ആ ഒരു ബോയ് ഹണ്ടറിനോടൊരു ഇൻട്രസ്റ്റ് വരെ ഉണ്ടായിരുന്നു. അതുവരെ അവൾ ആ പക്ഷിയുടെ നന്മയ്ക്ക് വേണ്ടി വേണ്ട എന്ന് വെച്ചു, ത്യാഗം ചെയ്തു. സിൽവിയ റിട്ടേൺസ് ടു ദ ഫോറസ്റ്റ്. അങ്ങനെ സിൽവിയ കാട്ടിലേക്ക് വീണ്ടും പോവാണ്. ഫോർ സിൽവിയയ്ക്ക് ദ ബേർഡ്സ് ആർ ബെറ്റർ ഫ്രണ്ട്സ് ദാൻ ദെയർ ഹണ്ടേഴ്സ്. കാരണം എന്താ, സിൽവിയയ്ക്ക് പക്ഷികളാണ് അവളുടെ കൂട്ടുകാർ, അല്ലാതെ പക്ഷിപ്പിടുത്തക്കാരല്ല. അപ്പം പക്ഷികളെ എന്നും ജീവനോടെ കാണാനും സ്നേഹിക്കാനുമാണ് അവൾക്ക് ഇഷ്ടം. പക്ഷികളും പ്രകൃതിയുമാണ് അവളുടെ കൂട്ടുകാർ, അല്ലാതെ അതിനെ നശിപ്പിക്കുന്നവരല്ല എന്നാണ് ഈ ഒരു സ്റ്റോറി പറയുന്നത്. അങ്ങനെ സിൽവിയ ഹണ്ടർക്ക് അത് പറഞ്ഞു കൊടുത്തില്ല. അത് കാരണം വൈറ്റ് ഹെറോണ് ജീവനെ തിരിച്ച് കിട്ടി, അത് നഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറി. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതൊന്ന് വായിച്ച് നോക്കുക. ഇതിൻ്റെ സമ്മറി PDF ആക്കിയിട്ടും ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഞാൻ അടുത്ത ക്ലാസ്സിലിടും. ഓക്കെ.